ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കബാബാണ്, ചട്നി കബാബ്. ഇത് കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള കബാബാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് എടുത്തത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. കുറച്ചൊരു ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ സവാളക്കാണെങ്കിൽ ഒന്നെടുക്കട്ടോ. പിന്നെ കുറച്ചൊരു പുതിന ഇല ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പുതിന ഇലേൻ്റെ പകുതി ഒരു 1/4 കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകാണ് എടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. എരിവില്ലാത്തതാണെങ്കിൽ 2 ഒക്കെ എടുക്കട്ടോ. ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇതേപോലത്തെ 2 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സാധാ മുളക് പൊടിയാണ്. ഇനി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് പൊടിക്കുന്ന ജാറാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ജാറിലാണ് നന്നായിട്ട് അരയുന്നെങ്കിൽ അത് എടുക്കട്ടോ. 2 ബാച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ്റെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ചൊരു പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിന ഇലക്കും മല്ലിയിലക്കും പ്രത്യേക കണക്കുകളൊന്നുമില്ല. കുറച്ചൊരു ചട്നിക്ക് ആവശ്യമുള്ളത് എടുക്കട്ടോ. ഇനി ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് അരച്ചെടുക്കട്ടോ. ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ. ഇനി അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത്. അപ്പോൾ ഇതാ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകരം നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് ഇട്ട് കൊടുക്കട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ. ഈ ചട്നിയും ചീസും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കട്ടോ. ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് കൈയിൻ്റെ അടിയിലിട്ട് പരത്തിയെടുക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കട്ടോ. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ പുറത്തേക്കൊന്നും പോവാതെ ശ്രദ്ധിക്കണേ. ചീസുള്ളത് കൊണ്ട് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് വറുക്കുമ്പോഴേ ചീസെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ കഴിയുന്നതും ഇത് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ചിക്കൻ വേവിക്കാത്തത് കൊണ്ട് ചിക്കൻ പിന്നെ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് കനം കുറച്ചിട്ട് വേണേൽ പരത്തിയെടുക്കാൻ. ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഇതാ അതേപോലെ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നിങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഒരു പകുതിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരുപാട് സമയമൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി കോരി മാറ്റാം. ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട്. ആ ചീസിൻ്റെ പുതിന ചട്ടിൻ്റെ ഒക്കെ നല്ലൊരു മണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.